ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. കസ്റ്റഡി കാലാവധി തീരുന്നതോടെ കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കെജ്രിവാളിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും കോടതിയുടെ പരിഗണനയിൽ വരും. അഴിമതിയിലെ പണം ആർക്കാണ് ലഭിച്ചത് എന്ന് ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തും എന്നാണ് കെജ്രിവാൾ ഇന്നലെ ഭാര്യ സുനിതയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ വിമർശനം തുടരുകയാണ് അമേരിക്ക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എപ്പോഴാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക? വേണു, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്ന് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇനി ജാമ്യം അനുവദിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി നീട്ടി നൽകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ CBIയും കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം ഉന്നയിച്ചേക്കാം എന്ന സൂചനകൾ നിലവിലുണ്ട്. കാരണം CBI നേരത്തെ തന്നെ ED കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ കെജ്രിവാളിനെ കാണുകയും ED ഓഫീസിലെത്തി കൂടുതൽ വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട. ഇതിൽ ഒക്കെ തന്നെ നിർണായകമായിരിക്കുന്നത് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഭാര്യ സുനിതയ്ക്ക് ഉള്ള കത്തിൽ പരാമർശിച്ച കാര്യങ്ങളാണ്. ആ കത്തിൽ കെജ്രിവാൾ അറിയിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട പണം ആർക്കെല്ലാം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലെ വൻ വെളിപ്പെടുത്തൽ കോടതിയിൽ നടത്തും എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങൾ ആ വെളിപ്പെടുത്തലിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറെ നിർണായകം. BJPക്കെതിരായ ആരോപണങ്ങൾ തീർച്ചയായും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ EDക്കെതിരായ ആരോപണങ്ങളും കെജ്രിവാൾ കോടതിയിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസത്തെ കത്തിൽ തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിൽ ഒന്നിലധികം തവണ റെയ്ഡുകൾ നടത്തിയെങ്കിലും 1 രൂപ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന് എതിരായ പൊതു താൽപര്യ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഈ ഹർജിയിൽ പ്രധാനമായും കെജ്രിവാളിനെ പദവിയിൽ നിന്നും മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ ജയിലിൽ കിടന്ന് ഭരണനിർവഹണം നടത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്നും ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലിരുന്ന് ഉത്തരവിടുന്നതിന് കെജ്രിവാളിനെ വിലക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നത്. അതേസമയം ലോകരാജ്യങ്ങളിൽ നിന്നും ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്നു. നേരത്തെ ജർമ്മനിയും കഴിഞ്ഞ ദിവസം US നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യ ശക്തമായ ഭാഷയിൽ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കെജ്രിവാളിനെ പിന്തുണച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. വേണു, ബൽറാം, പക്ഷേ അമേരിക്ക ഈ ഇന്ത്യയുടെ പ്രതികരണത്തിന് ശേഷവും ഈ വിഷയത്തിൽ നിലപാട് ആവർത്തിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും വേണു, ജർമ്മനിയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതിന് ശക്തമായ ഭാഷയിൽ അനാവശ്യമായ ഇടപെടൽ എന്ന പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തിയത്. പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. തുടർച്ചയായാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കെജ്രിവാളിന് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം വേണം എന്ന ആവശ്യം അമേരിക്ക ഉന്നയിച്ചത്. ഇക്കാര്യത്തിലും ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അനാവശ്യമായ ഇടപെടലാണ് US നടത്തിയത് എന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം US-നില്ല എന്നും വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വീണ്ടും ഈ നിലപാട് തന്നെ US ആവർത്തിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും സമാനമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഔദ്യോഗികമായ അല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. വേണു, ശരി. കെജ്രിവാളിന്റെ ED കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മദ്യനയവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കോടതിയിൽ പറയും എന്നാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.